എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ കരിമീൻ മപ്പാസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് കരിമീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് ഒരെണ്ണം 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇതുപോലെ ഒരെണ്ണം 2 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫിഷ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തേങ്ങ, അല്ല തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക്. ഇവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ മീഡിയം എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു 4 5 വരെയൊക്കെ എടുക്കാം. ഓരോരുത്തരുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കൈ നിറയെ ചുവന്നുള്ളി അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങാപ്പാലിന്റെ 1-ാം പാലും 2-ാം പാലും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 1-ാം പാൽ എടുത്ത് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിന്റെ പാല് നന്നായിട്ട് കിട്ടും. അപ്പോൾ നേരിയ ചൂടുള്ള ഒരു വെള്ളം ഒഴിക്കുക. നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത്, നേരിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് പിഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റാം. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ ഏകദേശം 3/4 ഗ്ലാസോളം അതിന്റെ തലപ്പാല് 1-ാം പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ 2-ാം പാലും കൂടി മാറ്റി വെക്കാം. അപ്പൊ അതിനുവേണ്ടി അതേ തേങ്ങ പീരയിലേക്ക് ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. അതേ അരിപ്പയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. കൈകൊണ്ടോ അല്ലെങ്കിൽ നേരിയ തുണിയൊക്കെ കൊണ്ടൊക്കെ പിഴിഞ്ഞാൽ നന്നായിട്ട് ഇതിലെ പാല് പോരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറു ചൂടുള്ള വെള്ളത്തിലാണ് അരക്കുന്നതെങ്കിൽ നന്നായിട്ട് ഇതിന്റെ പാല് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടും. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടിത് പിഴിഞ്ഞു മാറ്റാം. ഇതാ ഇത്രയും തേങ്ങാപ്പാല് 2-ാം പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കല്ലിൽ വെച്ച് ചതക്കുന്നതായിരിക്കും നല്ലത്. അതില്ലാത്തവര് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ആദ്യം ഇഞ്ചി ചതച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ചതച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി, ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കരിമീൻ മപ്പാസ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇനി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉള്ളി ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കറിവേപ്പില കുറച്ച് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി,
1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പൊ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് വെള്ളത്തിൽ ഈ പൊടികളൊക്കെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം, പൊടി പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോവും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം, ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടികളൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർക്കണല്ലോ. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി പൊടികളൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് ഒരു പച്ചമണം മാറുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പൊടികൾ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് 2ാം പാല് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. വേറെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് നമ്മൾ ഈ മീൻകറി വെക്കാൻ പോകുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇതൊന്ന് തിളച്ചു വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായി തിളച്ചു വരുമ്പോഴേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ നടുക്ക് വെച്ച് ഞാൻ ഒന്ന് വരഞ്ഞിട്ടാണ് ചേർക്കുന്നത്, ഈ മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനെല്ലാം ചേർത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനല്ലേ, അപ്പോൾ അധികം വേവൊന്നുമില്ല. ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വെന്താൽ മാത്രം മതിയാകും. അപ്പോൾ ഈ തേങ്ങാപ്പാലിലും ഈ അരപ്പിലും കിടന്നിട്ട് ഇതൊരു 7-8 മിനിറ്റ് ഒന്ന് വേവട്ടെ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 1ാം പാല്, 1/4 കപ്പോളം 1ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 1ാം പാല് ഒഴിച്ചിട്ട് അധികം തിളക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഞാൻ തീ വളരെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഈ ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതിയാവും. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ഉള്ളി ഒന്ന് മൊരിച്ചൊഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് പിന്നെ ഒരു 3-4 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കയിലേക്ക്. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കരിമീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചാൽ അതിൽ നന്നായിട്ട് അതിന്റെ എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്